ശരി എടാ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടാ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഈ ഒരു വീക്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെയ്ത് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വർക്കൗട്ട് 40 മാർക്കിന്റെ വർക്കൗട്ട് അത് രാത്രി 10 മണിക്കായിരിക്കും. ഓക്കെ, ഈ സമയത്ത് പ്രീവിയസ് നമുക്ക് അറിയാവുന്ന കുറച്ച് എക്സ്ട്രാ പോയിന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു പോകും. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞാത്ത നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ ഒരു സെഷൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ച് നോക്കിയിട്ട് സമയമെടുത്ത് പയ്യൊക്കെ ആൻസർ കമന്റ് ചെയ്യാൻ പറയുമ്പോൾ കമന്റ് ചെയ്താൽ കേട്ടോ, തെറ്റിക്കരുത്. പ്രീവിയസ് ആണ്. ഒന്നാം ചോദ്യം, താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. അടുത്ത തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്, കോടതിയെ സമീപിക്കാവുന്നതാണ്, വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ, ഇതൊരു പോലീസ് അല്ല, നമ്മുടെ ബീറ്റോ അങ്ങനെ എന്തൊരു പരീക്ഷ കിടന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, എന്തായാലും +2 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം നിങ്ങൾ ചെയ്ത് കാണും. ചെയ്തെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ആൻസർ ഏതാ. കുട്ടികളുടെ ആൻസർ ഏതാണ്? ആൻസർ സി ആണ്. തെറ്റായ പ്രസ്താവന ചോദിച്ചത്. തെറ്റായ പ്രസ്താവന എന്ന് വെച്ച് കഴിഞ്ഞാല് 1ഉം 2ഉം തെറ്റായ പ്രസ്താവന, 1ഉം 2ഉം തെറ്റായ പ്രസ്താവനയാണ്. അതായത് ഒന്നാമത്തെ പ്രസ്താവന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്, അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രസ്താവന കോടതിയെ സമീപിക്കാവുന്നതാണ്, അതും തെറ്റാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് തെറ്റാവുന്നതെന്ന് പറഞ്ഞേ. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത് ആ തെറ്റാവാൻ കാരണം എന്താ? എവിടെന്നാ കടം കൊണ്ടത്? എവിടെന്നാ കടം കൊണ്ട കുട്ടികളെ? അയർലാൻഡിൽ നിന്നാണ് കടം കൊണ്ടത് അല്ലെ? അയർലാൻഡിൽ നിന്നാണ് കടം കൊണ്ടത്. ഓക്കെ, ഇനി അടുത്ത് കോടതിയെ സമീപിക്കാൻ കഴിയുമോ? കോടതിയെ സമീപിക്കാൻ കഴിയുമോ? കോടതിയെ സമീപിക്കാൻ കഴിയത്തില്ല. കോടതിയെ സമീപിക്കാൻ കഴിയത്തില്ല. ഓക്കെ, കോടതിയെ സമീപിക്കാൻ കഴിയുന്നത് ഏതിനാണ് കുട്ടികളെ? അത് മൗലിക അവകാശങ്ങളിലാണ് നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയുന്നത്. മൗലിക അവകാശങ്ങളിലാണ് നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയുന്നത്. മാർഗനിർദ്ദേശ തത്വങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയത്തില്ല. കോടതിയെ സമീപിക്കാൻ കഴിയത്തില്ല. ഓക്കെ, ശരി. ഇനി അടുത്ത ഈ മാർഗനിർദ്ദേശ തത്വങ്ങള് ഏത് ഭാഗത്തിലാ പറയുന്നേ? ഏത് ഭാഗത്തിലാ പറയുന്നേ? എത്രാമത്തെ ഭാഗത്തിലാ പറയുന്നേ? പറ എത്രാമത്തെ ഭാഗത്തിലാ പറയുന്നത്? ഭാഗം 4 പറയുന്നത് അല്ലെ? ഭാഗം 4 എന്ത് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നത്. ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4 ഏത് ആർട്ടിക്കിളിൽ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാ പറയുന്നത്? 36 മുതൽ 51 വരെയാണ് പറയുന്നത്. 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ പറയുന്നത്. 36 മുതൽ 51 വരെ. ഏത് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയത്? ഏത് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ്? അപ്പോൾ സപ്രൂവ് കമ്മിറ്റിയാണ്. സപ്രൂവ് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയത്. കമ്മിറ്റി ഏതാണ്? സപ്രൂവ് കമ്മിറ്റിയാണ്. സപ്രൂവ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇത് ഉൾപ്പെടുത്തിയത്. ഓക്കെ, മൗലിക കടമകളാണെങ്കിലോ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണെങ്കിൽ ഏത് കമ്മിറ്റിയാ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണെങ്കിൽ സ്വരൺ സിംഗ് കമ്മിറ്റി. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണെങ്കിൽ സ്വരൺ സിംഗ് കമ്മിറ്റി കേട്ടോ. ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണെങ്കിൽ സ്വരൺ സിംഗ് കമ്മിറ്റി. ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളാണെങ്കിൽ സപ്രൂവ് കമ്മിറ്റി. മാർഗനിർദ്ദേശക തത്വങ്ങളാണെങ്കിൽ സപ്രൂവ് കമ്മിറ്റിയും, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ എന്താണ് മൗലിക കടമകളാണെങ്കിൽ ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. മൗലിക കടമകളാണെങ്കിൽ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. ഓക്കെ, ഒരു കണക്ഷൻ പറഞ്ഞു തരട്ടാ, മാറിപ്പോതിരിക്കാൻ വേണോ? കണക്ഷൻ വേണോ? ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടാ. ഭാര്യയ്ക്ക് സ്വർണം വാങ്ങി കൊടുക്കുക എന്നുള്ളത് ആരുടെ കടമയാണ്? ഭർത്താവിന്റെ കടമയാണെന്ന് ഓർത്ത് വെച്ചിരുന്നത്. ഭാര്യയ്ക്ക് സ്വർണം വാങ്ങി കൊടുക്കേണ്ടത് ആരുടെ കടമയാണ്? ഭർത്താവിന്റെ കടമയെന്ന് ഓർത്ത് വെച്ചിരുന്നത് കേട്ടാ. ഓക്കെ, അപ്പൊ കടമ സ്വർണം. കടമ സ്വർണം. ഇനി മറക്കൂല. ഇനി പെൺകുട്ടികൾ മറക്കത്തില്ല, പയ്യന്മാർ ചിലപ്പോൾ മറന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഭാര്യയ്ക്ക് സ്വർണം വാങ്ങി കൊടുക്കേണ്ടത് ഭർത്താവിന്റെ കടമയായതുകൊണ്ട് സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ കേട്ടോ. സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകളാണ്. ഓക്കെ, സപ്രൂവ് കമ്മിറ്റി മാർഗനിർദ്ദേശക തത്വങ്ങളാണ് കേട്ടോ. ഓക്കെ, ഈ ക്ഷേമരാഷ്ട്ര സങ്കല്പം പറയുന്നത് ഏതിലാണ് പറയുന്നത്? ക്ഷേമരാഷ്ട്ര സങ്കല്പം പറയുന്നത് ഏതിലാണ്? മൗലിക അവകാശങ്ങളിലാണോ മാർഗനിർദ്ദേശങ്ങളിലാണോ? നമുക്ക് ചോദിക്കാറുണ്ട്, 2 രീതി ചോദിക്കാറുണ്ട്. ഒന്ന്, ക്ഷേമരാഷ്ട്ര സങ്കല്പം പറയുന്നത് ഏതിലാണെന്ന് ചോദിക്കാറുണ്ട്. ക്ഷേമരാഷ്ട്ര സങ്കല്പം പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. ക്ഷേമരാഷ്ട്ര സങ്കല്പം പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്.
വേറൊരു രീതിയിലും ചോദിക്കാറുണ്ട്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾപ്പെടുന്നത് ഏതിലാണ്? അതും ഏതിലാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം പറയുന്നത്. അപ്പൊ ക്ഷേമരാഷ്ട്രം എന്ന് ചോദിച്ചാലോ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്ന് ചോദിച്ചാലോ ആൻസർ ഏത് വരും? ആൻസർ ഏത് വരും പിള്ളേരെ? മാർഗനിർദ്ദേശക തത്വങ്ങൾ വരും. ഓക്കെ, എടാ നോട്ട് ഒന്ന് എഴുതിക്കോണേ. അപർണ ഉണ്ടോ? അപർണ ഉണ്ടോ? ഒന്ന് നോട്ട് എഴുതിക്കോണേ അപർണ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി. അപ്പൊ പിള്ളേരെ ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്നോ അതുപോലെ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ് കുട്ടികളെ? അത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. അപ്പൊ ഇപ്പൊ പഠിച്ച ഓർമ്മയുണ്ടല്ലോ, ഭാഗം 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് പറയുന്നത്. ഓക്കെ, ഏത് കമ്മിറ്റിയാണ്? സപ്രൂ കമ്മിറ്റിയാണ്. ഓക്കെ, പിന്നെ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പം പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. കടമെടുത്തത് അയർലാൻഡിൽ നിന്നാണ്. കടമെടുത്ത എവിടെ നിന്നാണ് പിള്ളേരെ? അയർലാൻഡിൽ നിന്നാണ് കടമെടുത്തത്. കേട്ടോ. ഓക്കെ, അതത്രേ ഓർത്തിരിക്കുക. ഞങ്ങൾ കാണിച്ചു നോക്കട്ടെ, ഈ പുതിയ പഞ്ചായത്തുകളുടെ രൂപീകരണം ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നേ? പുതിയ പഞ്ചായത്തുകളുടെ രൂപീകരണം ഏത് ആർട്ടിക്കിളിലാണ്? പുതിയ പഞ്ചായത്തുകളുടെ രൂപീകരണം ആർട്ടിക്കിൾ 40 പുതിയ പഞ്ചായത്തുകളുടെ രൂപീകരണം ആർട്ടിക്കിൾ 40 പുതിയ പഞ്ചായത്തുകളുടെ രൂപീകരണം ആർട്ടിക്കിൾ 40 ഓക്കെ, അന്താരാഷ്ട്ര സമാധാനം ആർട്ടിക്കിൾ ഏതാ? അന്താരാഷ്ട്ര സമാധാനം ആർട്ടിക്കിൾ ഏതാ കുട്ടികളെ? അന്താരാഷ്ട്ര സമാധാനം ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനം പറയുന്നത് ആർട്ടിക്കിൾ 51 ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നേ? ഏകീകൃത സിവിൽ കോഡ് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഏകീകൃത സിവിൽ കോഡ് അത് ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ് പറയുന്നത് ആർട്ടിക്കിൾ 44. ഏകീകൃത സിവിൽ കോഡ് പറയുന്നത് ആർട്ടിക്കിൾ 44 പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക, നന്നായിട്ട് റിവിഷൻ ചെയ്ത് പോവുക. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? നമ്മുടെ ഒരു റിവിഷനാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള റിവിഷൻ ആണ് ഞാൻ ഇനി ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ചെയ്യുന്നത്, അതിനുശേഷം നമ്മൾ ഓരോ വിഷയം എടുത്തായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് ഫോളോ ചെയ്യുക. നോട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരും. ഓക്കെ, ഇപ്പൊ പഠിപ്പിക്കുന്ന നോട്ട് ഗ്രൂപ്പിൽ തരും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഓക്കെ. നമുക്ക് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കോടതിയെ സമീപിക്കാൻ പറ്റത്തില്ല കേട്ടോ, കോടതിയെ സമീപിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആ ഒരു കാര്യം ബേസ് ചെയ്തിട്ട് PSC എപ്പോഴും ചോദിക്കാറുണ്ട്, കോടതിയെ സമീപിക്കാൻ കഴിയുമോ ഇല്ല എന്നുള്ള കാര്യം വെച്ചിട്ട്. അത് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ് ചോദ്യം. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ. ഈ സമവർത്തി ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കൺകറന്റ് ലിസ്റ്റാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ടും നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ചോദ്യം. ഓപ്ഷനിൽ ആർട്ടിക്കിൾ 62 ഉണ്ട്, 109 ഉണ്ട്, ആർട്ടിക്കിൾ 302 ഉണ്ട്, ആർട്ടിക്കിൾ 248 ഉണ്ട്. ഓക്കെ, ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേ. ഏതാണ് ഉത്തരം? പിള്ളേരെ, ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 248 ആൻസർ. ആർട്ടിക്കിൾ 248 ആൻസർ വരുന്നത്. ആർട്ടിക്കിൾ 248. ആർട്ടിക്കിൾ 248 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 248 അവശിഷ്ടാധികാരം പറയുന്നത്. മനസ്സിലായി? അതായത് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ കൺകറന്റ് ലിസ്റ്റില്, സ്റ്റേറ്റ് ലിസ്റ്റില്, യൂണിയൻ ലിസ്റ്റില്, ഈ ലിസ്റ്റുകളിലൊന്നും ഉൾപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. നമ്മുടെ 3 ലിസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഭരണഘടനയ്ക്ക് 3 ലിസ്റ്റുകളുണ്ട്. ആ 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ അവശിഷ്ടാധികാരം എന്ന് പറയുന്നത്. ഈ അവശിഷ്ടാധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 248 ഏത് ആർട്ടിക്കിളാണ് പിള്ളേരെ? 248 ആർട്ടിക്കിൾ വരുന്നത്. അതിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ഉദാഹരണം സൈബർ നിയമങ്ങൾ ഏതിൽ വരുന്നു എന്നാണ്. സൈബർ നിയമങ്ങൾ ഏതിലാ വരുന്നത്? സൈബർ നിയമങ്ങൾ വരുന്നത് അവശിഷ്ടാധികാരത്തിലാണ് വരുന്നത്. സൈബർ നിയമങ്ങൾ വരുന്നത് പിള്ളേരെ അവശിഷ്ടാധികാരത്തിലാണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരമാണ്. ഓക്കെ ആണല്ലോ? അവശിഷ്ടാധികാരം എന്നൊരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അവശിഷ്ടാധികാരം എന്നൊരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് കുട്ടികൾ എഴുതിയിരിക്കുന്നത്?
കാനഡയിൽ നിന്നാണ്. കാനഡ അവഷ്ടാധികാരം എന്നൊരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. കാനഡയിൽ നിന്നാണ് അവഷ്ടാധികാരം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 248 അവഷ്ടാധികാരമെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 246 246 ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 246 ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഷെഡ്യൂൾ ഏതാണ്? പട്ടിക ഏതാണ്? ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന പട്ടിക ഏതാ? പിള്ളേരെ പട്ടിക 7. ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന പട്ടിക 7. ഷെഡ്യൂൾ എത്രയാണ് പിള്ളേരെ? ഷെഡ്യൂൾ 7 കേട്ടോ, ഷെഡ്യൂൾ 7. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ കൺകറന്റ് ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിലോ പരാമർശിക്കാത്ത കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? അവശിഷ്ടാധികാരത്തിൽ വരുന്നത്. ഈ അവശിഷ്ടാധികാരം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 248 ആർട്ടിക്കിൾ 248 കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. ഈ അവശിഷ്ടാധികാരത്തിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? അവശിഷ്ടാധികാരത്തിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. അവശിഷ്ടാധികാരങ്ങൾ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? അതായത് ഈ അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനാണ്. ഓക്കെ, അത്രയും സെറ്റാണ് നിങ്ങൾക്ക്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിനാണ്. പിന്നെ ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ 246 പറയുന്നതാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന പട്ടിക 7 പട്ടികയാണ്. ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന പട്ടിക ഏതാണുള്ളത്? 7 പട്ടികയാണ്. ഈ പറയുന്ന അവശിഷ്ടാധികാരം നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. കടമെടുത്തിരിക്കുന്നത് അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരത്തിൽ പെടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, കൂടെ പറയാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്യുന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് പറയാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, ശരി. ഓക്കെ, ഞാൻ സ്പീഡ് ആണെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാവണമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിക്കുക കേട്ടോ. നമ്മളിത് വർക്ക്ഔട്ട് സെഷൻ അല്ല, നമ്മളിത് പഠിച്ചു പോകുന്നതാണ്, റിവിഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഒന്നുകൂടെ പറയണമെങ്കിലും പറഞ്ഞുതരാം, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ കുറിച്ച് അന്വേഷണ വിചാരണ നടത്താനും ഉപദേശിക്കാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 293. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടതാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങളായിരിക്കും. ഓക്കെ, ഇതില് ശരിയായതാണ് കണ്ടെത്തേണ്ടത്. നിങ്ങളൊന്ന് ശരിയായത് കണ്ടെത്തിയേ. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ഒന്ന് കമന്റ് ചെയ്തേ, ആൻസർ കമന്റ് ചെയ്തേ. കിട്ടിയോ? എനിക്ക് കമന്റ് നേരെ കാണാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഏതൊക്കെയാടാ ശരി പിള്ളേരെ? ചോദ്യം ഇതാണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. ശരിയാണോ എന്നാണ് ചോദ്യം. ശരിയാണ്, വളരെ ശരിയാണ്, അത് ശരിയാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവന: സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 293. അത് ശരിയാണോ? അത് ശരിയാണ്. എത്രയോ തവണ പറഞ്ഞതാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് 293 കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് 292. ഓക്കെ, അപ്പൊ അത് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടതാണ്. അത് ശരിയാണോ തെറ്റെന്നാണ് ചോദ്യം. അത് തെറ്റാണ്. അത് ആർക്കാ കൊടുക്കേണ്ടത്? പ്രസിഡന്റിനാണ് കൊടുക്കേണ്ടത്. പ്രസിഡന്റിനാണ് കൊടുക്കേണ്ടത്. കാരണം ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് പ്രസിഡന്റിനാണ്. ആർക്കാ കൊടുക്കേണ്ടത്? പ്രസിഡന്റിനാണ്. അതുപോലെ തന്നെ ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങളായിരിക്കും എന്നാണ്. ഓക്കെ, എത്ര അംഗങ്ങളാണ് ഉള്ളത് പട്ടികജാതി കമ്മീഷനിൽ? അംഗസംഖ്യ പിള്ളേരെ: പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ. പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഈ 3 കമ്മീഷനിലെയും അംഗസംഖ്യ 5 ആണ്.
പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗം ഈ 3 കമ്മീഷനിലെയും അംഗസംഖ്യ 5 പിള്ളേരെ. ഓക്കെ, അത് മാത്രമല്ല ഈ 3 കമ്മീഷനിലെയും കാലാവധി എന്ന് പറയുന്നത് 3 3 കമ്മീഷനിലെയും കാലാവധി എത്രയുള്ളവരെ 3 കേട്ടോ. പട്ടികജാതി ആയാലും പട്ടികവർഗമായാലും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആയാലും കാലാവധി 3 കേട്ടോ. ഓക്കെ, ആരുടെ മൈക്കോണാണ് സാറേ? ഹലോ. ഓ സാറേ, ഈ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ഫംഗ്ഷനും ഈ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള തർക്കം പരിഹരിക്കാനല്ലേ? അത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ഫംഗ്ഷനാണ്. അപ്പൊ അതിന്റെ അകത്ത് പ്രസിഡന്റ് അംഗമാണോ? അല്ല, അതൊരു കൗൺസിൽ. ഞാൻ ഇവിടെ പറയുന്നത് എന്താണ്, സംസ്ഥാനങ്ങളിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കാനും പ്രസിഡന്റ് അധികാരം ഉണ്ടായിരിക്കുന്ന പറയുന്നത്. മനസ്സിലായോ? അത് പ്രസിഡന്റിന് പ്രത്യേക അധികാരമായിരിക്കും അല്ലേ? എന്തേ? പ്രസിഡന്റിന് പ്രത്യേക അധികാരമായിരിക്കും അല്ലേ അങ്ങനെ? നമ്മൾ അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. ആർട്ടിക്കിൾ 263 അത് രാഷ്ട്രപതിയാണ് അത് ഫോം ചെയ്യുന്നത്. ഇത് രാഷ്ട്രപതിയുടെ പ്രത്യേക അധികാരമാണ് കേട്ടോ. അതായത് സംസ്ഥാനം തമ്മിലുണ്ടാകുന്ന തർക്കങ്ങളിൽ അന്വേഷണ വിചാരണ നടത്താൻ ഉപദേശിക്കാനും പ്രസിഡന്റ് അധികാരം ഉണ്ടാവും. മനസ്സിലായ? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. അത് നമ്മളെ ഫോം ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡികളെല്ലാം നിയമിക്കുന്നത് രാഷ്ട്രപതിയല്ലേ? ഓക്കെ സാർ. ഓക്കെ. അപ്പോഴ് അത് മനസ്സിലായല്ലോ. പിള്ളേർ ഈ UPSC അപ്പൊ രണ്ടാമത്തെ നിങ്ങൾ പഠിച്ചു, 2ാം സ്റ്റേജിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 293 സംസ്ഥാന കടമെടുപ്പാണ്. ഇനി അടുത്ത് UPSCയുടെ റിപ്പോർട്ടിനെ കുറിച്ച് കാര്യം പറഞ്ഞുതരാം. UPSC റിപ്പോർട്ട് ആദ്യം ആർക്ക് കൊടുക്കും? UPSC വാർഷിക റിപ്പോർട്ട് ആദ്യം ആർക്ക് കൊടുക്കും പിള്ളേരെ? ആദ്യം പ്രസിഡന്റിന് കൊടുക്കും. UPSC വാർഷിക റിപ്പോർട്ട് ആദ്യം പ്രസിഡന്റിന് കൊടുക്കും. പ്രസിഡന്റ് അത് എന്ത് ചെയ്യുന്നറിയാവോ? രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും കൈമാറും. മനസ്സിലായോ? പ്രസിഡന്റ് അത് രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും കൈമാറുകയാണ് ചെയ്യുന്നത്. അത് ആദ്യം ആരുടെ കയ്യിലാണ് വരുന്നത്? പ്രസിഡന്റ് കയ്യിലാണ് വരുന്നത്. പ്രസിഡന്റ് പരിശോധിച്ചതിന് ശേഷമാണ് ആർക്ക് കൊടുക്കുന്നത്? രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും കൊടുക്കുന്നത്. UPSC ആർക്കാണോ റിപ്പോർട്ട് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന പ്രസിഡന്റാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. പ്രസിഡന്റ് ആണ് അത് ആർക്ക് കൈമാറുന്നത്? രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും കൈമാറുന്നത്. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. പിന്നെ ലാസ്റ്റത്തേല് പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഈ 3 കമ്മീഷന്റെയും അംഗസംഖ്യ 5ഉം കാലാവധി 3ഉമാണ്. അംഗസംഖ്യ 5ഉം കാലാവധി 3ഉമാണ് കേട്ടോ. 3 കമ്മീഷന്റെ ആർട്ടിക്കിൾ അറിയാലോ? 3 കമ്മീഷന്റെ ആർട്ടിക്കിള് 338 ഏതാണ്? പട്ടികജാതി. 318 പട്ടികജാതി, 338A പട്ടികവർഗം, 338A പട്ടികവർഗം, 338B ഏതാ? പിന്നാക്ക വിഭാഗ കമ്മീഷൻ. 328B പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ചോദിക്കും. പിന്നോക്കമല്ല, പിന്നാക്കയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പിള്ളേരെ B വരും. അതായത് 1ഉം 2ഉം ശരി. B ആണ് ആൻസർ ആണ് കേട്ടോ. 1ഉം 2ഉം ശരിയാണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയെന്നാണ് ചോദ്യം. ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. ട്രേഡ് യൂണിയൻ ഏതാ വരുന്നേ? അവിടെ ട്രേഡ് യൂണിയൻ വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത് കേട്ടോ. കൺകറന്റ് ലിസ്റ്റിലാണ് ട്രേഡ് യൂണിയനുകൾ വരുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ട്രേഡ് യൂണിയൻ വെച്ചിട്ട് തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഈ ഫാക്ടറികളിൽ ട്രേഡ് യൂണിയൻ കാണത്തില്ലേടാ? ഫാക്ടറികളിൽ ട്രേഡ് യൂണിയൻ കാണത്തില്ലേ? അപ്പൊ ഫാക്ടറികൾ എന്താണ്? കൺകറന്റ് ലിസ്റ്റ് ആണ്. ഫാക്ടറികൾ എന്താണ് കുട്ടികളെ? കൺകറന്റ് ലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ ബോയിലർ എന്ന് പറഞ്ഞാൽ ഫാക്ടറി പോലെ തന്നെ വേറൊരു സംവിധാനമാണ് ഈ ബോയിലർ എന്ന് പറയുന്നത്. ബോയിലറുകളിലും എന്തുണ്ട്? ട്രേഡ് യൂണിയൻ ഉണ്ട്. അപ്പൊ അതും കൺകറന്റ് ലിസ്റ്റ് ആണ്. മനസ്സിലായ? അപ്പൊ നമ്മളിപ്പോ 3 പഠിച്ചു. എന്താണ്? ട്രേഡ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റ് ആണെന്ന് പഠിച്ചു. ഫാക്ടറികൾ കൺകറന്റ് ലിസ്റ്റ് ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ എന്താണ്? ബോയിലറുകളും കൺകറന്റ് ലിസ്റ്റ് ആണെന്ന് പഠിച്ചു. ഓക്കെ, അച്ചടി പ്രസ്സുകൾ കൺകറന്റ് ലിസ്റ്റ് ആണ്. അച്ചടി പ്രസ്സുകള് കൺകറന്റ് ലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്? പ്രസ്സിൽ നിന്ന് എന്താ പുറത്തിറങ്ങുന്നേ? പത്രമല്ലേ പുറത്തിറങ്ങുന്നത്? പത്രമല്ലേ പ്രസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രമല്ലേ പിള്ളേരെ? അപ്പൊ വർത്തമാന പത്രം എന്താണ്? വർത്തമാന പത്രവും എന്താണ് കുട്ടികളെ? ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റ് ആണ്. വർത്തമാന പത്രവും കൺകറന്റ് ലിസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ 5 കാര്യങ്ങൾ പഠിച്ചു. 1 ഏതാണ്? എന്താണ് പിള്ളേർ? ട്രേഡ് യൂണിയൻ പഠിച്ചു. 2 ഫാക്ടറികൾ പഠിച്ചു. 3 ബോയിലറുകൾ പഠിച്ചു. 4 അച്ചടി
പ്രസ്സുകൾ പഠിച്ചു. 5ാമത് ദിനപത്രം. ദിനപത്രം എന്താണ്? കൺകറന്റ് ലിസ്റ്റ് ആണ്. 6ാമത് വിവാഹം. വിവാഹം ഏതാ കുട്ടികളെ? വിവാഹം ഏതാ? വിവാഹവും കൺകറന്റ് ലിസ്റ്റ് ആണ്. വിവാഹവും ഏതാണ് വളരെ കൺകറന്റ് ലിസ്റ്റ് ആണ്. വിവാഹ മോചനം ഏതാ? വിവാഹമോചനം. വിവാഹമോചനം എവിടെയാ? ഏതാ? വിവാഹമോചനവും കൺകറന്റ് ലിസ്റ്റ് ആണ്. വിവാഹമോചനവും കൺകറന്റ് ലിസ്റ്റ് ആണ്. വിവാഹമോചനം കൺകറന്റ് ലിസ്റ്റ് ആണ്. ഓക്കെ. ഈ വിവാഹമോചനത്തിന് ശേഷം നമ്മൾ സ്വത്ത് ഏറ്റെടുക്കലുണ്ടാകത്തില്ലേ? ഇപ്പൊ തന്നെ നമ്മുടെ ഇപ്പൊ ഒരു വാർത്ത വരുന്നുണ്ട്. നമ്മുടെ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയുടെ വിവാഹമോചനം വരുന്നുവെന്നും അതിൽ 70% സ്വത്ത് ഭാര്യയ്ക്ക് നട്ടാഷയ്ക്ക് കൈമാറുന്നൊക്കെ ഒരു വാർത്ത വരുന്നുണ്ട്. കണ്ടായിരുന്നോ നിങ്ങള്? കണ്ടായിരുന്ന? കണ്ടു കാണും. കാരണം ലോകത്ത് കിടക്കുന്ന ഇങ്ങനത്തെ പരിദൂഷണമല്ല നിങ്ങൾ അറിയേണ്ടതാണ്. അറിഞ്ഞില്ലേ? അറിഞ്ഞു കാണും. വിവാഹമോചനം അതൊക്കെ നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ? ഓക്കെ, ശരി. അപ്പൊ വിവാഹവും വിവാഹമോചനവും സ്വത്ത് ഏറ്റെടുക്കലും സ്വത്ത് ആവശ്യപ്പെടലും, മനസ്സിലായ? വിവാഹവും വിവാഹമോചനവും സ്വത്ത് ഏറ്റെടുക്കലും സ്വത്ത് ആവശ്യപ്പെടലും ഇതെല്ലാം ഏതാണ്? കൺകറന്റ് ലിസ്റ്റ് ആണ്. മനസ്സിലായ? വിവാഹം, വിവാഹമോചനം, സ്വത്ത് ഏറ്റെടുക്കൽ, സ്വത്ത് ആവശ്യപ്പെടൽ ഇതെല്ലാം എന്താണ് ഉള്ളത്? കൺകറന്റ് ലിസ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? വില നിയന്ത്രണം. വില നിയന്ത്രണം ഏതാണ്? കൺകറന്റ് ലിസ്റ്റ് ആണ്. വില നിയന്ത്രണം ഏതാണ് ഉള്ളത്? കൺകറന്റ് ലിസ്റ്റ് ആണ് കേട്ടോ. വില നിയന്ത്രണം കൺകറന്റ് ലിസ്റ്റ് ആണ്. നിങ്ങൾ ഓർത്താ, ഈ ട്രേഡ് യൂണിയനുകൾ പ്രശ്നം ഉണ്ടാക്കി വില നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഓർത്താൽ മതി. മനസ്സിലായ? ട്രേഡ് യൂണിയനുകൾ പ്രശ്നം ഉണ്ടാക്കി വില നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഓർത്താൽ മതി. അപ്പൊ നമ്മൾ ട്രേഡ് യൂണിയനിൽ തുടങ്ങിയിട്ട് നമ്മൾ 10 കാര്യങ്ങൾ പഠിച്ചു. ട്രേഡ് യൂണിയൻ, ഫാക്ടറി, ബോയിലറുകൾ, അച്ചടി പ്രസ്സുകൾ, വർത്തമാന പത്രങ്ങൾ, വിവാഹം, വിവാഹമോചനം, സ്വത്തേറ്റെടുക്കൽ, സ്വത്ത് ആവശ്യപ്പെടൽ, വില നിയന്ത്രണം. ഏതാണ് വളരെ? വില നിയന്ത്രണം. 10 പഠിച്ചില്ലേ? കൺകറന്റ് ലിസ്റ്റിലുള്ള 10 കാര്യങ്ങൾ പഠിച്ചില്ലേ നിങ്ങള്? അടുത്ത 11ാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. 11ാമത്തെ കാര്യം മൈനർ പോർട്ടുകൾ. ഏതാണ്? മൈനർ പോർട്ടുകൾ. മേജർ പോർട്ടുകള് യൂണിയൻ ലിസ്റ്റ് ആണ്. എന്നാൽ മൈനർ പോർട്ടുകൾ ഏതാണ്? കൺകറന്റ് ലിസ്റ്റ് ആണ് കേട്ടോ. മൈനർ പോർട്ടുകൾ കൺകറന്റ് ലിസ്റ്റും, മേജർ പോർട്ടുകൾ, മേജർ തുറമുഖങ്ങള് യൂണിയൻ ലിസ്റ്റുമാണ്. മൈനർ പോർട്ടുകൾ കൺകറന്റ് ലിസ്റ്റും, മേജർ പോർട്ടുകൾ യൂണിയൻ ലിസ്റ്റുമാണ്. ഓക്കെ, അതും നിങ്ങൾ പഠിച്ചു. ഓക്കെ, അടുത്ത ജനസംഖ്യാ നിയന്ത്രണം. ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം. ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം. ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും കൺകറന്റ് ലിസ്റ്റ് ആണ്. വനവും വിദ്യാഭ്യാസവും കൺകറന്റ് ലിസ്റ്റ് ആണ്. വനവും വിദ്യാഭ്യാസവും ഏതാണ് കുട്ടികളെ? കൺകറന്റ് ലിസ്റ്റ് ആണ്. വനവും വിദ്യാഭ്യാസവും കൺകറന്റ് ലിസ്റ്റ് ആണ്. ഇലക്ട്രിസിറ്റി എന്താണ്? ഇലക്ട്രിസിറ്റിയും കൺകറന്റ് ലിസ്റ്റ് ആണ്. ഇലക്ട്രിസിറ്റിയും കൺകറന്റ് ലിസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ, ലാസ്റ്റ് പറഞ്ഞ 4 കാര്യങ്ങള്, ഒന്ന് മൈനർ പോർട്ട്. പിന്നെ ഏതാ പറഞ്ഞേ? വനം, വിദ്യാഭ്യാസം, ഇലക്ട്രിസിറ്റി. വനം, വിദ്യാഭ്യാസം, ഇലക്ട്രിസിറ്റി. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന വന്യജീവി പക്ഷി. പിന്നെ ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും. ഓക്കെ, ക്ലിയർ ആണ്? ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണവും. ഓക്കെ, അപ്പൊ ലാസ്റ്റ് പറഞ്ഞത് നമുക്ക് ഒന്നുകൂടെ നോക്കാവേ. ലാസ്റ്റ് പറഞ്ഞത് മൈനർ പോർട്ടുകൾ. ഓക്കെ, വനം, വിദ്യാഭ്യാസം, ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം. പിന്നെ നമ്മൾ പറഞ്ഞ ഏതാ പിള്ളേരെ പറഞ്ഞത്? വന്യജീവി പക്ഷി, വൈദ്യുതി. ഓക്കെ, ഇതൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഓക്കെ, ഞാൻ ഈ മൊത്തം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഈ 15 എണ്ണം മൊത്തം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. നമ്മൾ ഏതിനാ തുടങ്ങിയത്? ട്രേഡ് യൂണിയൻ തുടങ്ങിയത്. ട്രേഡ് യൂണിയൻ, ഫാക്ടറി, ബോയിലറുകൾ, അച്ചടി പ്രസ്സുകള്, ദിനപത്രങ്ങള്, വിവാഹമോചനം. ഓക്കെ, സ്വത്ത് ആവശ്യപ്പെടൽ, സ്വത്ത് ഏറ്റെടുക്കൽ, വില നിയന്ത്രണം. 10 ആയി. പിന്നെ മൈനർ പോർട്ടുകൾ പറഞ്ഞായിരുന്നു. പിന്നെ ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും പറഞ്ഞു. പിന്നെ ഏതാ പറഞ്ഞത് നമ്മള്? വനം, വിദ്യാഭ്യാസം, വൈദ്യുതി. പിന്നെ വന്യജീവി പക്ഷി സംരക്ഷണം. ഓക്കെ, ഇത്രയല്ലേ പറഞ്ഞത്?
ഇത്രയല്ലേ ഉള്ളത് പറഞ്ഞത്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കാൻ പറ്റത്തില്ലേ ഇത്? അളവ് തൂക്കമുണ്ട്, അളവ് തൂക്കമുണ്ട്, ട്രസ്റ്റി ഉണ്ട്. ട്രസ്റ്റി ഒക്കെ ഇതിലാ വരുന്നത്. അളവ് തൂക്കം, ട്രസ്റ്റി ഒക്കെ ഇതിലാ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഇത്രയൊന്നും ഓർത്തിരിക്കുക. ഇതെല്ലാം ഏതാണ്? കൺകർ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടാ. ഓക്കെ, കുറച്ച് പഠിക്കാൻ പറ്റും. ഇതൊക്കെ ഈ രീതിയിലൊക്കെ പഠിച്ചു വെക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ ഇപ്പൊ നിങ്ങൾ ഇത്ര ഇത് ഓർത്ത് വെച്ചു, നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ എടുത്ത് വെച്ച് യൂണിയൻ ലിസ്റ്റും അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടാവും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കൺകർ ലിസ്റ്റും പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. മനസ്സിലായ? ഒന്ന് ഓർത്തിരിക്കുക. പിന്നീട് നമുക്ക് എന്ത് ചെയ്യും? വേറെ ഇതുപോലെ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് നമ്മൾ യൂണിയൻ ലിസ്റ്റിൽ എടുത്തിട്ട് എന്ത് ചെയ്യും? പഠിക്കും. അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റും പഠിക്കും. അപ്പൊ ആ 3 ലിസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരുവിധം ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഇതിൽ കമന്റ് നേരെ വേണമെന്നില്ല. അതാണ് ഒരു വിഷയമായിട്ട് വരുന്നത്. എനിക്ക് കമന്റ് നോക്കണമെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കിയില്ലേ കമന്റ് കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ശരി, നിങ്ങൾ ചാടിച്ചാടി നിൽക്കുക കേട്ടാ. കൺകർ ലിസ്റ്റ് നമ്മൾ എവിടെന്നാ കടമെടുത്തേ? കൺകർ ലിസ്റ്റ് ആശയം കടമെടുത്തത് എവിടെന്നാ? കൺകർ ലിസ്റ്റ് ആശയം കടമെടുത്തത് അത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ കൺകർ ലിസ്റ്റ് കടമെടുത്തത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത്? 44ാമത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. 52ാമത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. 73ാമത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 74ാമത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ നഗരപാലിക നിയമം നടപ്പിലാക്കി. ഓക്കെ, ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് നോക്കിയിട്ട് ഒന്ന് കമന്റ് ചെയ്ത്. പിള്ളേരെ ഏതാ ശരിയായിട്ടുള്ളത്? 3ാമത്തെ 4ാമത്തെയാണ് ശരിയായിട്ടുള്ളത്. 3ാമത്തെ 4ാമത്തെയാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അതെ, 3ാമത്തെ 4ാമത്തെ ശരിയായിട്ടുള്ളത്. നമുക്ക് ഓരോന്നാലും എടുത്ത് നോക്കാം. എടാ, ഈ 44ാം ഭേദഗതിയിലൂടെയാണോ മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം എന്ന വാക്ക് ചേർത്തത്? അല്ല, അത് 42ാം ഭേദഗതിയാണ് അല്ലെ? 42ാം ഭേദഗതിയിലാണ് മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം എന്നൊരു വാക്ക് ചേർത്തത്. ഓക്കെ, 42ാം ഭേദഗതിയിൽ ചേർത്ത 3 വാക്കുകൾ ഒന്ന് കമന്റ് ചെയ്തേ. 42ാം ഭേദഗതിയിൽ നമ്മുടെ ആമുഖത്തിൽ ചേർത്ത 3 വാക്കുകളുണ്ട്. ഏതൊക്കെയാണ് 3 വാക്കുകൾ? വളരെ സോഷ്യലിസം, സെക്യുലറിസം, ഇന്റഗ്രിറ്റി. മനസ്സിലായ? സോഷ്യലിസം, സെക്യുലറിസം, ഇന്റഗ്രിറ്റി. അതായത് സ്ഥിതി സമത്വം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്ഥിതി സമത്വം. മലയാളത്തിൽ പറഞ്ഞാൽ സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. ഈ 3 വാക്കുകളാണ് 42ാം ഭേദഗതി 1976 42ാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്ത 3 വാക്കുകൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ ആമുഖം ഒരൊറ്റ തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 1976 42ാം ഭേദഗതിയിലാണ്. ഒരൊറ്റ തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ആ ഭേദഗതിയിൽ 3 വാക്കുകൾ നമ്മുടെ ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർത്തു. ആ 3 വാക്കുകള്, ഒന്നാമത്തെ സ്ഥിതി സമത്വം, അതാണ് സോഷ്യലിസം. സ്ഥിതി സമത്വമാണ് നമ്മൾ സോഷ്യലിസം എന്ന് പറയുന്നത്. 2, മതേതരത്വം. മതേതരത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുട്ടികളെ? സെക്യുലറിസം. എന്താണ് സെക്യുലറിസം? 3ാമത്തത് അഖണ്ഡത. അഖണ്ഡത എന്ന് വെച്ചാൽ ഇന്റഗ്രിറ്റി. അഖണ്ഡത എന്ന് വെച്ചാൽ എന്താ വളരെ? ഇന്റഗ്രിറ്റി. ഇനി ഈ 3 വാക്കുകൾ മറക്കണ്ട. 42ാം ഭേദഗതിയിലാണ് ഈ 3 വാക്കുകൾ ചേർത്തതെന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്ത് 52ാമത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. ഓക്കെ, അത് ശരിയാണോ? തെറ്റാണ്. മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയാണ് അല്ലെ? 42ാം ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത്. അപ്പൊ അത് തെറ്റാണ്. ഓക്കെ, ബാക്കി രണ്ടും ശരിയാണ്. 73ാം ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയത്. 74ാം ഭേദഗതി പ്രകാരമാണ് നഗരപാലിക ബിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് എന്ത് ചെയ്തത്? പാസ്സാക്കിയത്. ഓക്കെ, അപ്പൊ അത് രണ്ടും എന്താണ് വളരെ ശരിയാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം ഡിസംബർ 9, 1946 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. കമന്റ് ചെയ്തേ. നേരെ വായിച്ച് ചെയ്യടാ. നിങ്ങൾ എന്തുവാ കാണിക്കുന്നേ?
വളരെ ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് എയും ബിയും ശരി എന്നാണ് ആൻസർ വരുന്നത്. എയും ബിയും ശരി എന്നാണ് ആൻസർ വരുന്നത്. അത് ആദ്യം നമുക്ക് നോക്കാം. എ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം ഡിസംബർ 9, 1946 നടന്നു. ശരിയാണ്. ഡിസംബർ 9, 1946 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 ആണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ് പിള്ളേരെ? 207 ആണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 7 അല്ല 9 ആണ്. എത്രയാണ് പിള്ളേരെ? 9 വനിതകളാണ് പങ്കെടുത്തത്. എത്ര വനിതകളാണ് പങ്കെടുത്തത്? 9 വനിതകളാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 9 വനിതകൾ. മറക്കരുത്. ഞാൻ പറയുന്ന കുറച്ച് കാര്യം ശ്രദ്ധിച്ച് കേട്ടോണേ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയില് 17 വനിതകൾ ഉണ്ടായിരുന്നു. എത്ര വനിതകള്? 17 വനിതകൾ ഉണ്ടായിരുന്നു. 17 വനിതകൾ. ഓക്കെ, ക്ലിയർ ആണേ. ആ 17 വനിതകളില് ഇന്ത്യ വിഭജനത്തിന് ശേഷം എത്രയായി? ഇന്ത്യ വിഭജനത്തിന് ശേഷം എത്രയായി? ഇന്ത്യ വിഭജനത്തിന് ശേഷം 15 ആയി. മനസ്സിലായ? ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടപ്പോൾ 17 വനിതകൾ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടപ്പോൾ 17 വനിതകൾ. എന്നാൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം എത്രയായി? 15 വനിതകൾ. ഇന്ത്യ വിഭജനത്തിന് ശേഷം എത്ര പിള്ളേരെ? 15 വനിതകളാണ്. 15 വനിതകൾ. ഓക്കെ, ഇനി അടുത്ത് എത്ര വനിതകളാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് കേട്ട് കഴിഞ്ഞാൽ 9 വനിതകൾ. എത്ര വനിതകളാണ്? 9 വനിതകളാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഓക്കെ, എത്ര മലയാളി വനിത എന്ന് കേട്ടാൽ 3 മലയാളി വനിതകൾ. എത്ര മലയാളി വനിതകൾ? 3 മലയാളി വനിതകൾ. ഓക്കെ, ക്ലിയർ ആണ്. 17 വനിതകളാണ് സമിതിയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം അത് 15 കുറഞ്ഞു. ആദ്യ സമ്മേളനത്തില് 9 വനിതകൾ. മലയാളി വനിതകളുടെ എണ്ണം 3. ക്ലിയർ ആണ്. ആ 3 മലയാളി വനിതകളെ നിങ്ങൾക്ക് അറിയാം. ഞാൻ പല തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ആ 3 മലയാളി വനിതകൾ? ആരൊക്കെയാടാ? ആനി മസ്കരീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ആനി മസ്കരീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ആനി മസ്കരീൻ എവിടെന്നാ പോയേ? ആനി മസ്കരീൻ തിരുവിതാംകൂറിൽ നിന്ന് പോയി. തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള അംഗമായിരുന്നു ആനി മസ്കരീൻ. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്നുള്ള അംഗങ്ങളായിരുന്നു. എവിടെ നിന്നുള്ള അംഗങ്ങളായിരുന്നു? മദ്രാസിൽ നിന്നുള്ള അംഗങ്ങളായിരുന്നു. ഓക്കെ, സെറ്റല്ലേ? സെറ്റല്ലേ? മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ആ, ദളിത് വനിത ആരാണ്? ദളിത് വനിത ദാക്ഷായണി വേലായുധൻ. ദളിത് വനിത ദാക്ഷായണി വേലായുധനായിരുന്നു ദളിത് വനിത. ഓക്കെ, സെറ്റാണ്. പിന്നെ ഒരു കാര്യം, ഈ 17 നമ്പർ ഉണ്ടല്ലോ, 17 വനിതകളാണ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ നമ്മൾ. 17 വനിതകള് ഉണ്ടായിരുന്ന മലയാളികളുടെ എണ്ണവും എത്ര തന്നെയാണ്? ആ ഉണ്ടായിരുന്ന മലയാളികളുടെ എണ്ണവും 17 ആണ്. അപ്പൊ 17 വനിതകള്, 17 മലയാളികൾ. 17 വനിതകൾ, 17 മലയാളികൾ. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ ഈ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7 എന്നത് തെറ്റാണ്. അവിടെ ആൻസർ എത്രയാണ്? 9 ആണ് വരേണ്ടത്. 9 ആണ് വരേണ്ടത്. അപ്പൊ ആ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായല്ലോ? ഓക്കെ, ശരി. എന്നിട്ട് ഞാൻ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഞാൻ തരും. ഇതിപ്പോ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പ് ഇട്ട് തരും. ഓക്കെ, 8-9 ക്വസ്റ്റ്യൻ കണ്ടേ ഉള്ളൂ. അതിനുശേഷം ഞാൻ നോട്ടും കൂടെ ഗ്രൂപ്പ് ഇട്ട് തരും. നിങ്ങൾ ഇത് രണ്ടും കൂടെ വെച്ചൊന്ന് നോക്കണം. മനസ്സിലായ? രണ്ടും കൂടെ വെച്ചൊന്ന് വായിച്ച് നിങ്ങൾ നോക്കണം. ഓക്കെ, 2023-ലും 24-ലും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതാണ് റിവിഷൻ എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കോൾ എടുത്തോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള റിവിഷൻ എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ, ശരി. നന്നായിട്ട് അത് പഠിക്കുക. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നന്നായിട്ട് യൂസ്ഫുൾ ആവും. ഓക്കെ, ആ, അടുത്തത് താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം. 1988 സുപ്രീം കോടതിയിൽ ആദ്യത്തെ വനിതാ ജഡ്ജിയായി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത, കേരള ഹൈക്കോടതിയിൽ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജി, അന്തരിച്ചത് നവംബർ 22, 2023. ഓക്കെ, ശരി. അപ്പൊ ഇതില് ശരിയായ പ്രസ്താവനയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഒന്ന് കണ്ടെത്തി കമന്റ് ചെയ്ത് ഏതാ ശരിയായിട്ടുള്ളത്? വളരെ ഓപ്ഷൻ ബി കറക്റ്റാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി. 2ഉം 3ഉമാണ് ശരി. 2ഉം 3ഉമാണ് ശരി. ഓക്കെ, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഞാന് 1-2 കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. 1-2 കാര്യങ്ങൾ ചോദിക്കുകയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ തെറ്റ്? ആദ്യ സ്റ്റേറ്റ്മെന്റിൽ എന്താ തെറ്റ്? വർഷമാണ് തെറ്റ്. വർഷമാണ് തെറ്റ്. 1988 ആര്? ഫാത്തിമ ബീവി സുപ്രീം കോടതി ആദ്യത്തെ വനിതാ ജഡ്ജി ആകുന്നത്
1989 1989 ഫാത്തിമ ബീവി സുപ്രീം കോടതിയിൽ ആദ്യത്തെ വനിതാ ജഡ്ജാവുന്നത്. 1989 ഓക്കെ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ തെറ്റ്? ഫാത്തിമ ബീവി അന്തരിക്കുന്നത് നവംബർ 23 നമ്മൾ ഇന്ന് രാവിലെ അല്ലേ പഠിച്ചത്? ഇന്ന് രാവിലെയാണോ അതോ ഇന്നലെയാണോ പഠിച്ചത്? ഇന്നലെ രാവിലെ പഠിച്ചല്ലേ നമ്മള്. നവംബർ 23 ആരന്തരിക്കുന്നത്? ഫാത്തിമ ബീവി അന്തരിക്കുന്നത് നവംബർ 23 നവംബർ 21 അന്തരിച്ചത് ആരാ? നമ്മൾ ഇന്നലെ പറഞ്ഞു ആരാ? പി വത്സല നവംബർ 21. പി വത്സല അന്തരിച്ചത് നവംബർ 21. മനസ്സിലായ? ഫാത്തിമ ബീവി നവംബർ 23. ഫാത്തിമ ബീവി നവംബർ 23. പി വത്സല നവംബർ 21 പി വത്സല നവംബർ 21 പിന്നെ നമ്മൾ പറഞ്ഞു MS സ്വാമിനാഥൻ എപ്പോഴാ? MS സ്വാമിനാഥൻ ഒന്ന് പറയേ. സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ. സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ. ഉമ്മൻചാണ്ടി പറഞ്ഞേ. ഉമ്മൻചാണ്ടി പറഞ്ഞേ. ജൂലൈ 18 ഉമ്മൻചാണ്ടി. ജൂലൈ 18 ഉമ്മൻചാണ്ടി. പഠിച്ചിരിക്കുക. കണ്ടോ? ഈ രീതിയിൽ ചോദിക്കും സ്റ്റേറ്റ്മെന്റ് ഇട്ട്. ഓക്കെ, ഈ രീതിയിൽ എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെന്റ് ഇട്ട് ചോദിക്കും. ഓക്കെ. ഇവിടെ ഈ ഫാത്തിമ ബീവി ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയിട്ടുണ്ട്. എവിടെ സംസ്ഥാനത്തിന് ഗവർണർ ആയത്? ഫാത്തിമ ബീവി ഏത് സംസ്ഥാനത്തിന് ഗവർണർ ആയത്? തമിഴ്നാടിന്റെ ഗവർണറായ വ്യക്തിയാണ് ആര്? ഫാത്തിമ ബീവി. തമിഴ്നാടിന്റെ ഗവർണറായ വ്യക്തിയാണ് ഫാത്തിമ ബീവി. ഓക്കെ. ചോദ്യം ഇതാണ്, ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് ഫാത്തിമ ബീവി തമിഴ്നാട് ഗവർണർ ആയത്? ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് ഫാത്തിമ ബീവി തമിഴ്നാടിന് ഗവർണർ ആയത്? 97 2001 1997 മുതൽ 2001 വരെയാണ് ഫാത്തിമ ബീവി തമിഴ്നാടിന്റെ ഗവർണറായത്. 97 മുതൽ 2001 വരെയാണ് ഫാത്തിമ ബീവി എന്ത് ചെയ്തത്? തമിഴ്നാടിന്റെ ഗവർണറായത്. 97 2001 വരെയാണ്. വളരെ പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. പിന്നെ നമുക്കറിയാം കേരള ഹൈക്കോടതിയിൽ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയാണ് കേട്ടോ. കേരള ഹൈക്കോടതിയിൽ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജി. കേരള ഹൈക്കോടതി എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഹൈക്കോടതി ജഡ്ജിയാകുന്ന ആദ്യത്തെ മുസ്ലിം വനിതയാണ് ആര് പിള്ളേരെ? ഇന്ത്യയിൽ തന്നെ ഹൈക്കോടതി ജഡ്ജിയാകുന്ന ആദ്യത്തെ മുസ്ലിം വനിതയാണ് ആര്? ഫാത്തിമ ബീവി കേട്ടോ. ഓക്കെ. ഇന്ത്യയിൽ തന്നെ ഹൈക്കോടതി ജഡ്ജിയാകുന്ന ആദ്യത്തെ മുസ്ലിം വനിത ഫാത്തിമ ബീവിയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ നിന്നുള്ള നിയമബിരുദം നേടുന്ന ആദ്യത്തെ വനിതയും ആരാണ്? ഇത് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി എന്റെ ഫോണില് കമന്റ് നേരെ വരുന്നില്ല. അതാണ് വിഷയം. ഓക്കെ. ലാപ്ടോപ്പ് എടുക്കാന്ന് വെച്ചാൽ ലാപ്ടോപ്പിന്റെ ക്യാമറ അങ്ങോട്ട് ക്ലിയർ അല്ല. അതാണ് ഒരു വിഷയം. അല്ലെങ്കിൽ വെബ് ക്യാമറ വാങ്ങണം. ഓക്കെ, ശരി, നോക്കാം. പിള്ളേരെ അത് ഓർത്തിരിക്കുക. നമ്മുടെ തിരുവിതാംകൂറിൽ നിന്ന് നിയമബിരുദം നേടുന്ന ആദ്യത്തെ വനിതയും ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ ബീവിയാണ് തിരുവിതാംകൂറിൽ നിന്ന് നിയമബിരുദം നേടുന്ന ആദ്യത്തെ വനിതയും. ഓക്കെ. ഫാത്തിമ ബീവിക്ക് നമ്മൾ പുരസ്കാരം വല്ലതും കൊടുത്താ? കേരളത്തിന്റെ പുരസ്കാരം വല്ലതും കൊടുത്തായിരുന്നോ? പഠിച്ചല്ലോ നമ്മളത്. 2023 മരണാനന്തര ബഹുമതിയായിട്ട് കേരളപ്രഭ പുരസ്കാരം കൊടുത്തു അല്ലേ? കേരളപ്രഭ പുരസ്കാരം കൊടുത്തു. ഓക്കെ, ശരി. അപ്പൊ അത്രയും കിട്ടിയല്ലോ അത്രയും കാര്യങ്ങള്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്ന സംബന്ധിച്ച വകുപ്പ് ഏതാണ്? അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച വകുപ്പ് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്തേ. ഏത് വകുപ്പാ? പിള്ളേരെ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടാ. നിങ്ങൾ എന്ത് പാടേ? നിങ്ങൾ CA ആരുടെ കമന്റ് ചെയ്യണത്? 358 ആണ്. 358 ആൻസർ. ഓക്കെ. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യപ്പെടുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാല് ആർട്ടിക്കിൾ 358 പ്രകാരമാണ്. ആർട്ടിക്കിൾ 358 പ്രകാരമാണ് കേട്ടാ. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. 359 പ്രകാരം എന്താ റദ്ദ് ചെയ്യപ്പെടുന്നേ? മൗലിക അവകാശങ്ങൾ. ആർട്ടിക്കിൾ 300. ഇത് ചോദിക്കുന്ന സാധനമാ. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ എടുക്കണ്ടായിരുന്നു. ഓക്കെ, അത് ചോദിക്കുന്ന സാധനം. ഇത് ചോദിക്കും നിങ്ങൾക്ക്. ഇത് കട്ടാവുന്നത്, അതായത് ആർട്ടിക്കിൾ 358 പ്രകാരം കട്ടാവുന്നത് എന്താണ്, ആർട്ടിക്കിൾ 359 പ്രകാരം കട്ടാവുന്നത് എന്താണ് ചോദിക്കും. നമുക്കൊരു എക്സ്റ്റേണൽ എമർജൻസി എന്ന് വെച്ച് കഴിഞ്ഞാല് ഭാഗ്യമായ അടിയന്തരാവസ്ഥ. മനസ്സിലായി? എക്സ്റ്റേണൽ എമർജൻസി. അപ്പൊ ആ എക്സ്റ്റേണൽ എമർജൻസി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ആർട്ടിക്കിൾ 358 പ്രകാരം ആർട്ടിക്കിൾ 19 പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. മനസ്സിലായ? ഓക്കെ. അപ്പൊ 358 പ്രകാരമാണ് ആർട്ടിക്കിൾ 19 എന്ത് നമുക്ക് നഷ്ടപ്പെടുന്നത്? മൗലിക സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി ആർട്ടിക്കിൾ 359 പ്രകാരം നമുക്ക് നമ്മുടെ മൗലിക അവകാശങ്ങളെല്ലാം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. മൗലിക അവകാശങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, ക്ലിയർ ആണ്? മനസ്സിലായി?
എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20 21. അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമുക്ക് റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങളാണ് ഏത്? ആർട്ടിക്കിൾ 20 21. ആർട്ടിക്കിൾ 20 21. അപ്പൊ ഇത്രയും കാലം പഠിച്ചിരിക്കുക. 358 പ്രകാരം 19 കട്ടാവും, 359 പ്രകാരം മൗലിക അവകാശങ്ങൾ കട്ടാവും. മനസ്സിലായ? എന്നാൽ മൗലിക അവകാശങ്ങളില് 20 21 എന്ത് ചെയ്യത്തില്ല? അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യപ്പെടത്തില്ല. ഓക്കെ, മനസ്സിലായോ? അത് ഇല്ലല്ലോ, ഡൗട്ട് ഇല്ലല്ലോ അതില്? നോട്ട് വായിക്കണം കേട്ടോ. റിവിഷൻ നോട്ട് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരും. ആ നോട്ട് വായിക്കണം. നോട്ട് വായിക്കാതിരിക്കരുത് കേട്ടോ. നോട്ട് വായിച്ച് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത പോയിന്റുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഞാൻ ഈ സ്ഥിരം ചോദ്യം വരുന്ന കാലൊക്കെ എടുത്തിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, ശരി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? പ്രീതി സുധാൻ, മനോജ് സോണി, സുമൻ ശർമ്മ, അരവിന്ദ് സക്സേന. നിലവിലെ UPSC ചെയർമാൻ ആരാണെന്ന ചോദ്യം കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ ബി മനോജ് സോണി. ഓപ്ഷൻ ബി മനോജ് സോണി എന്ന ആൻസർ കേട്ടാ. നിലവിലെ UPSC ചെയർമാൻ ആണ് മനോജ് സോണി. മനോജ് സോണിയാണ് നിലവിലെ UPSC ചെയർമാൻ. ഓക്കെ, UPSC ഞാൻ പഠിപ്പിച്ചതാ. ബാക്കി ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടാ. അടുത്ത 28ാമത്തെ ചോദ്യം. താഴെ പറഞ്ഞിരിക്കുന്ന ഒരു തെറ്റായ പ്രസ്താവന ഏതാണ് ചോദ്യം? പഞ്ചായത്തി രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 11ാം പട്ടികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമസഭയുടെ അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ്. ഓക്കെ, ഇതിൽ ഏതാണ് തെറ്റെന്നാണ് ചോദ്യം. ഇതിൽ ഒരു പ്രസ്താവന തെറ്റാണ്. ഏത് പ്രസ്താവന തെറ്റ്? പിള്ളേരെ ഓപ്ഷൻ ഡി ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമസഭയുടെ അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ് എന്ന പ്രസ്താവന തെറ്റാണ്. ഓക്കെ, കാരണം ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാ? ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നതും ഗ്രാമസഭയുടെ കൺവീനറും. മനസ്സിലായ? ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നതും ഗ്രാമസഭയുടെ കൺവീനറും വാർഡ് മെമ്പറാണ്. മനസ്സിലായ? ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നതും ഗ്രാമസഭയുടെ കൺവീനറും വാർഡ് മെമ്പറും. എന്നാൽ ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഗ്രാമസഭയുടെ അധ്യക്ഷൻ പ്രസിഡന്റാണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പ്രസിഡന്റാണ്. വളരെ ഗ്രാമസഭ അധ്യക്ഷൻ പ്രസിഡന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി ഗ്രാമസഭയുടെ നിർവചനം പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഗ്രാമസഭയുടെ നിർവചനം പറയുന്ന ആർട്ടിക്കിൾ കമന്റ് ചെയ്തേ. ഗ്രാമസഭയുടെ നിർവചനം പറയുന്ന ആർട്ടിക്കിൾ വളരെ 243B ആണ്. 243B ആണ് ഗ്രാമസഭയുടെ നിർവചനം പറയുന്ന ആർട്ടിക്കിൾ. എന്നാൽ ഗ്രാമസഭയെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിള് 243A ആണ്. മനസ്സിലായ? ഗ്രാമസഭയെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 243A ഗ്രാമസഭയുടെ നിർവചനം പറയുന്ന ആർട്ടിക്കിൾ 243B നിർവചനം എന്ന് ചോദിച്ചാൽ മാത്രമേ ബി എഴുതാവൂ. ഗ്രാമസഭയുടെ നിർവചനം പറയുന്ന ആർട്ടിക്കിൾ 243B ഗ്രാമസഭയെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 243A ഗ്രാമസഭയെ കുറിച്ച് പരാമർശിക്കുന്നത് 243A, ഗ്രാമസഭയുടെ നിർവചനം 243B. ക്ലിയർ ആണല്ലോ? അപ്പൊ ആര് വിളിച്ചു ചേർക്കുന്നു? വാർഡ് മെമ്പർ വിളിച്ചു ചേർക്കുന്നു. ഓക്കെ, ആര് കൺവീനർ? ആരാ? വാർഡ് മെമ്പർ കൺവീനർ. അധ്യക്ഷൻ ആരാ? അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഓക്കെ, ഈ ഗ്രാമസഭയുടെ കോറം എത്രയാ? ഗ്രാമസഭയുടെ കോറം എത്രയാ പിള്ളേരെ? അറിയോ? ഗ്രാമസഭയുടെ കോറം 10 അല്ലെങ്കിൽ 10%. 10 അല്ലെങ്കിൽ 10% കേട്ടോ. അപ്പൊ 10 അല്ലെങ്കിൽ 10% ഗ്രാമസഭയുടെ കോറം എന്ന് പറയുന്നത്. അപ്പൊ ഓരോ വാർഡ് അടിസ്ഥാനത്തിലാണ് ഗ്രാമസഭ വിളിക്കുന്നത്. അപ്പൊ ആ വാർഡിൽ എത്ര ജനങ്ങളുണ്ടോ അതിൽ 10 ആൾക്കാർ പങ്കെടുത്താൽ മാത്രമേ നമുക്ക് ഗ്രാമസഭ കൂടാൻ കഴിയത്തുള്ളൂ. മനസ്സിലായ? 10 ആൾക്കാർ പങ്കെടുത്താൽ മാത്രമേ നമുക്ക് ഗ്രാമസഭ കൂടാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ 10% ആൾക്കാർ പങ്കെടുത്താൽ മാത്രമേ നമുക്ക് ഗ്രാമസഭ കൂടാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഗ്രാമസഭയുടെ കോറം എത്രയാണ് പിള്ളേരെ? 10 ആണ് ഗ്രാമസഭയുടെ കോറം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ശരി. ഇനി എത്ര മാസം കൂടുമ്പോഴാണ് ഗ്രാമസഭ കൂടേണ്ടത്? അതെന്ന് പറഞ്ഞത് എത്ര മാസം കൂടുമ്പോഴാണ് ഗ്രാമസഭ കൂടേണ്ടത്?
3 മാസം കൂടുമ്പോഴാണ് ഗ്രാമസഭ കൂടേണ്ടത്. 3 മാസം കൂടുമ്പോഴാണ് ഗ്രാമസഭ കൂടേണ്ടത്. ഓരോ 3 മാസം കൂടുമ്പോഴും ഗ്രാമസഭ കൂടണം. അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ പറയാൻ പറ്റും. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഗ്രാമസഭകൾ രൂപീകരിക്കണം എന്ന് പറയുന്ന ഭേദഗതി ഏതാണ്? എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഗ്രാമസഭകൾ രൂപീകരിക്കണം എന്ന് പറയുന്ന ഭേദഗതി ഏതാണുള്ളത്? 73-ാം ഭേദഗതി അല്ലെ? 73-ാം ഭേദഗതിയാണ്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഗ്രാമസഭകൾ രൂപീകരിക്കണം എന്ന് പറയുന്ന ഭേദഗതി 73-ാം ഭേദഗതിയാണ് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ 73-ാം ഭേദഗതി നമുക്കറിയാം. 73-ാം ഭേദഗതിയാണ് നമ്മുടെ പഞ്ചായത്തിൽ. അപ്പൊ ആ ഭേദഗതി തന്നെയാണ് പറയുന്നത്. ഓക്കെ. അടുത്ത ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം പിള്ളേരെ. ഗ്രാമസഭകളാണ് ഗ്രാമീണ ജനാധിപത്യത്തിനെ അർത്ഥവത്താക്കുന്നത്. ഗ്രാമസഭകളാണ് ഗ്രാമീണ ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? ഗ്രാമസഭകളാണ് ഗ്രാമീണ ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്നത്. ഇതാരുടെ വാക്കുകളാ? ഗാന്ധിജിയുടെ പിറകെ പോവുകയാണ്. ഗാന്ധിജി അല്ല. ജെ പി എന്ന് പറഞ്ഞാൽ ആരാ? ജെ പി ആരാ? ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണൻ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ജെ പി ആണ് ആൻസർ. ഓക്കെ, ശരി. ജെ പി ഇങ്ങനെയാണ് പറഞ്ഞത്, ഗ്രാമസഭകളാണ് ഗ്രാമീണ ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്നത്. ഗ്രാമസഭകൾ എന്ന് പറയുന്നത് ഈ ജയപ്രകാശ് നാരായണൻ. കാരണം ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ വികസന പദ്ധതികളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? ഗ്രാമസഭയിലാണ്. വികസന പദ്ധതികൾ മറ്റും തയ്യാറാക്കുന്നത് ഗ്രാമസഭയിലാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ ഇത്രയും മനസ്സിലായല്ലോ പിള്ളേരെ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാവേ. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്, ഇത് ഒന്നുകൂടെ പറയണത് ഞാൻ എനിക്ക് പഠിക്കാമോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ബോധം നിനക്കൊക്കെ വേണം. ഇയാൾക്ക് വേറെ പണിയില്ല, ഇയാൾ ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനൊന്നും തോന്നരുതാക്കും. മനസ്സിലായ? ഓക്കെ, ഗുരുശാപം വാങ്ങിച്ച് വെക്കരുത് കേട്ടോ. ഓക്കെ, ശരി. അല്ല, ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അറ്റൻഡൻസ് എടുത്ത് നോക്കുമ്പോൾ ചില ആൾക്കാർ 5 മിനിറ്റ് 3 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോണത്. നിങ്ങൾ ആലോചിക്കും ഇവരൊക്കെ എന്തിനാന്ന് പിന്നെ വരുന്നതെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കാരണം ചില ആൾക്കാർ കറക്റ്റ് നമ്മുടെ ക്ലാസ് എത്ര സമയമാണോ അത്രയും സമയം നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അറ്റൻഡൻസ് ഒക്കെ എനിക്കറിയാൻ പറ്റും. ഞാൻ എന്നുള്ളത് അതിന് കാണിച്ചു കൊടുത്ത്. മനസ്സിലായ? ഓക്കെ. ചില ആൾക്കാരൊക്കെ എല്ലാ ക്ലാസ്സും കൃത്യമായി ഒരു ശകലം പോലും ഇല്ലാതെ നിങ്ങളെ കമന്റ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അറ്റൻഡൻസ്, കമന്റ്, നിങ്ങൾ ശരിയുള്ള കമന്റ് എല്ലാം നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും. ഓക്കെ, ശരി. പഠിക്കുക. തവളയ്ക്കും ഗോകുലി, അതെന്തോ സംഭവം? സാർ അതിനിടയ്ക്ക് പെട്ടെന്ന് കോള് കയറിയത് കട്ടാക്കിയതാ. തവളയാക്കുവാണ് ചോദിച്ചേ, ശപിച്ച്. ഓക്കെ, ശരി. പിള്ളേരെ, അപ്പൊ ഇത്രയും നോക്കിക്കോ. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോളെ. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്ന ആരാ? ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പർ. കൺവീനർ ആരാ പിള്ളേരെ? കൺവീനറും വാർഡ് മെമ്പർ. ക്ലിയർ ആണ്? ആരാ അധ്യക്ഷൻ? അധ്യക്ഷൻ പ്രസിഡന്റ്. ഗ്രാമസഭയെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിള് 243A. ഗ്രാമസഭയെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിള് 243A. ഗ്രാമസഭയുടെ നിർവചനം പറയുന്ന ആർട്ടിക്കിള് 243B. ഗ്രാമസഭയുടെ നിർവചനം 243B ആണ്. ശ്രീത്ത് ഇന്ന് പോയില്ലേ? ശ്രീത്തെ ഇന്ന് കോളേജ് ക്ലാസ് ഇല്ലേ? സാർ പനി ആയതുകൊണ്ട് ലീവ് എടുത്തു. അയ്യോ, പനി പിടിച്ചാ? അതെ. തൊണ്ടവേദന ഉണ്ടാ? ഭയങ്കര കഫക്കെട്ടാ സാർ. ബുദ്ധിമുട്ടായിരിക്കും. മരുന്ന് കഴിക്കണേ, വെച്ചോണ്ടിരിക്കുക കേട്ടാ. വാങ്ങിച്ചു സാർ. ഓക്കെ, ശരി. അവിടെ പിള്ളേർ പറഞ്ഞു വെച്ചാൽ എന്താണ്? ശരി. അപ്പൊ ഈ ഗ്രാമസഭയുടെ കോറം 10 അല്ലെങ്കിൽ 10% കേട്ടോ. ഗ്രാമസഭയുടെ കോറം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 അല്ലെങ്കിൽ 10%. ഇത് 1994 നമ്മുടെ കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരമുള്ള കോറമാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ചിലപ്പോൾ ചോദിക്കും, 1994 കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരമുള്ള ഗ്രാമസഭയുടെ കോറം എത്രയാണ് ചോദിക്കും. അങ്ങനെ ചോദിച്ചാലും 10 തന്നെയാണ് ഗ്രാമസഭയുടെ കോറം എന്ന് പറയുന്നത്. ഓക്കെ,
ശരി, ഇനി അടുത്ത് ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഗ്രാമസഭ എത്ര മാസം കൂടുമ്പോൾ സമ്മേളിക്കണമെന്നാണ്. എത്ര മാസം കൂടുമ്പോഴാ? പിള്ളേരെ ഗ്രാമസഭ 3 മാസം കൂടുമ്പോഴാണ് സമ്മേളിക്കേണ്ടത്. ഗ്രാമസഭ സമ്മേളിക്കേണ്ടത് 3 മാസം കൂടുമ്പോഴാണ് സമ്മേളിക്കേണ്ടത്. അതുപോലെ തന്നെ ഗ്രാമസഭകള് എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഗ്രാമസഭകൾ രൂപീകരിക്കണം എന്ന് പറയുന്ന ഭേദഗതി, അത് എത്രാം ഭേദഗതിയാണ്? 73-ാം ഭേദഗതിയിലാണ് എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഗ്രാമസഭകൾ രൂപീകരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു. ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രാമസഭകളാണ് ഗ്രാമീണ ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? അത് ജയപ്രകാശ് നാരായണനാണ് പറഞ്ഞത്. JP ആണ് അത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത്രയും പഠിച്ചു. പിന്നെ ഒരു ഗ്രാമത്തിലെ വികസന പദ്ധതികളൊക്കെ ചർച്ച ചെയ്യുന്നത് ഗ്രാമസഭയിലാണ്. ഒരു ഗ്രാമത്തിലെ വികസന പദ്ധതികളൊക്കെ ചർച്ച ചെയ്യുന്നത് ഗ്രാമസഭയിലാണ് കേട്ടോ. ഓക്കെ, ഇനി ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം. ഓക്കെ, ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം. കേരളത്തിലെ പഞ്ചായത്തി രാജ് ദിനം എന്നാണ്? കേരളത്തിലെ പഞ്ചായത്തി രാജ് ദിനം ഏതാണ്? ഓക്കെ, ഉത്തരം അറിയാൻ കമന്റ് ചെയ്ത്. പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 23 വരുന്നുണ്ട് കമന്റ്. ഏപ്രിൽ 24 കണ്ടില്ലേ എന്തോ? ഏപ്രിൽ 24 വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഉത്തരാക്കലുണ്ടോ? വേറെ ഏതെങ്കിലും ഉത്തരം? നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. വേറെ ആർക്കും ഒരു ഉത്തരവില്ലേടെ? ഈ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. തന്നെ അത് വെച്ചോണ്ടിരിക്കുക. ആൻസർ ഓപ്ഷൻ ബി ഫെബ്രുവരി 19. ഫെബ്രുവരി 19 കേരളത്തിലെ പഞ്ചായത്തി രാജ് ദിനം. മനസ്സിലായ? കേരളത്തിലെ പഞ്ചായത്തി രാജ് ദിനം ഫെബ്രുവരി 19. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ദിനം ഫെബ്രുവരി 19. കേരളത്തിലെ പഞ്ചായത്തി രാജ് ദിനമെന്നോ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ദിനമെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കുട്ടികളെ? ഈ പറയുന്ന ഫെബ്രുവരി 19. ഫെബ്രുവരി 19 ആൻസർ. ദേശീയ പഞ്ചായത്തി രാജ് ദിനമാണ് ഏപ്രിൽ 24. ദേശീയ പഞ്ചായത്തി രാജ് ദിനമാണ് പിള്ളേരെ ഏപ്രിൽ 24. ഓക്കെ, ഒരു കാര്യം കൂടെ പഠിക്കുക. 2010 വരെ ദേശീയ പഞ്ചായത്ത് രാജ് ദിനവും ഏത് തന്നെയായിരുന്നു? ഫെബ്രുവരി 19 തന്നെയായിരുന്നു. മനസ്സിലായ? 2010 വരെ ദേശീയ പഞ്ചായത്ത് രാജ് ദിനവും ഏത് തന്നെയായിരുന്നു? ഫെബ്രുവരി 19 തന്നെയായിരുന്നു. എന്നാൽ 2010 മുതൽ ദേശീയ പഞ്ചായത്ത് രാജ് ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 24 ഏപ്രിൽ 24. ഇട മനസ്സിലായ നിങ്ങൾക്ക്? മനസ്സിലായ? കേരളത്തില് ഫെബ്രുവരി 19. കേരളത്തിലാണ് ഫെബ്രുവരി 19. മനസ്സിലായ? കേരളത്തിലാണ് ഫെബ്രുവരി 19. ഇന്ത്യയിലെ ഏപ്രിൽ 24. ഇന്ത്യയിലെ ഏപ്രിൽ 24 കേട്ടോ. ഓക്കെ, അതിനുള്ള കാരണമൊക്കെ അറിയോ? ഏപ്രിൽ 24 കാരണം എന്തോ? ഏപ്രിൽ 24 കാരണം 1993 ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത്. മനസ്സിലായ? 1993 ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് നിയമം എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. അല്ലെങ്കിൽ 73-ാം ഭേദഗതി നിലവിൽ വന്നത്. 73-ാം ഭേദഗതി നിലവിൽ വന്നത്. മനസ്സിലായ? 94 ഏപ്രിൽ 24 എന്ത് ചെയ്തത്? ഈ പറയുന്ന പഞ്ചായത്തി രാജ് നിയമം അല്ലെങ്കിൽ 73-ാം ഭേദഗതി നിലവിൽ വന്നത്. ഓക്കെ, 74-ാം ഇപ്പൊ കഴിയും. 74-ാം ഭേദഗതി നിലവിൽ വന്ന ഡേറ്റ് എന്ന് പറഞ്ഞേ. 74-ാം ഭേദഗതി അല്ലെങ്കിൽ നഗരപാലിക നിയമം നിലവിൽ എന്ന് പറഞ്ഞേ. വളരെ 93 ജൂൺ 1-ന് 93 ജൂൺ 1-നാണ് ഏത് 74-ാം ഭേദഗതി അല്ലെങ്കിൽ നഗരപാലിക നിയമം. 74-ാം ഭേദഗതി അല്ലെങ്കിൽ നഗരപാലിക നിയമം 93 ജൂൺ 1-ന്. 2 ഡേറ്റ് പഠിക്കുക. 93 ഏപ്രിൽ 24 എന്ത് പഞ്ചായത്തി രാജ് നിയമം അല്ലെങ്കിൽ 73-ാം ഭേദഗതി നിലവിൽ വന്നത്. 93 ജൂൺ 1-നാണ് നഗരപാലിക നിയമം അല്ലെങ്കിൽ 74-ാം ഭേദഗതി നിലവിൽ വന്നത്. ഓക്കെ, സെറ്റാണ്. കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ പഞ്ചായത്തി രാജ് നിയമം, ത്രിതല പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് 94 ഏപ്രിൽ 23-ന്. മനസ്സിലായ? കേരളത്തില് 94 ഏപ്രിൽ 23-ന് പഞ്ചായത്ത് രാജ് നിയമം 94 ഏപ്രിൽ 23-ന്. ഓക്കെ, കേരളത്തിൽ നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പൽ ആക്ട് ഏത് വർഷമാണ്?
മുനിസിപ്പൽ ആക്ട് ഏത് വർഷമാ? പിള്ളേരെ അത് 94 മെയ് 30-നാണ്. 94 മെയ് 30-നാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന മുനിസിപ്പൽ ആക്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നഗരപാലിക നിയമം കേരളത്തിൽ നിലവിൽ വന്നത്. ഈ 4 ഡേറ്റുകൾ പഠിച്ചു വെച്ചോണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ 4 ഡേറ്റ് തന്നെ പരീക്ഷ ചോദിക്കും. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. 93 ഏപ്രിൽ 24-ന് എന്ത് നിലവിൽ വന്നു? പഞ്ചായത്തി രാജ് നിയമം അല്ലെങ്കിൽ 73-ാം ഭേദഗതി നിലവിൽ വന്നു. എപ്പോഴാ? 93 ഏപ്രിൽ 24-ന്. 93 ജൂൺ 1-ന് ദേശീയ നഗരപാലിക നിയമം അല്ലെങ്കിൽ 74-ാം ഭേദഗതി നിലവിൽ വന്നു. അടുത്ത് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാല് 94 ഏപ്രിൽ 23-ന് കേരളത്തിൽ പഞ്ചായത്തി രാജ് നിയമം എന്ത് ചെയ്തു കുട്ടികളെ? നിലവിൽ വന്നു. ത്രിതല പഞ്ചായത്ത് രാജ് നിയമം 94 ഏപ്രിൽ 23. അടുത്ത് 94 മെയ് 30-ന് കേരളത്തിൽ നഗരപാലിക നിയമം എന്ത് ചെയ്തു കുട്ടികളെ? നിലവിൽ വന്നു. ഓക്കെ, സെറ്റ് അല്ലേ? ദേശീയത്തിന് നിലവിൽ വന്ന ഡേറ്റ് ഒന്ന് തിരിച്ചിട്ടാൽ കേരളത്തിലായി. കാരണം ദേശീയത്തിൽ 93 ഏപ്രിൽ 24, കേരളത്തിൽ 94 ഏപ്രിൽ 23. ആ ഒരു വ്യത്യാസം മനസ്സിലായ? ദേശീയത്തിൽ നോക്കുമ്പോൾ 93 ഏപ്രിൽ 24 ദേശീയത്തില്, കേരളത്തിൽ ഇടുന്ന സമയത്ത് 94 ഏപ്രിൽ 23. ആ ഒരു ചേഞ്ച് വെച്ച് നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും. അങ്ങനെ കണക്ഷൻ കിട്ടും. ഓക്കെ അല്ലേ? ശരി, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങള്. രാത്രി 10 മണിക്ക് നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് ഇങ്ങനെയായിരിക്കും. അതായത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് എക്സ്പ്ലനേഷനും റിലേറ്റഡ് ഫാക്റ്റും പിന്നെ ഇമ്പോർട്ടന്റ് ഫാക്റ്റും ആയിരിക്കും പോകുന്നത്. ഓക്കെ, യൂസ് ചെയ്യുക നന്നായിട്ട്. ഇത് ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക പിള്ളേരെ. ഓക്കെ, ഒരു മടിയും വിചാരിക്കരുത്, പഠിക്കുക. ഓക്കെ, ശരി, നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ശരി, ബൈ.